കോഴിക്കോട് മാവോയിസ്റ്റ് നേതാവ് പിടിയിൽ. ജാർഖണ്ഡ് സ്വദേശി അജയ് ഒറോൺ ആണ് പിടിയിലായത്. ജാർഖണ്ഡ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുകയാണ്. റിയാസ്, ഇയാളെ ജാർഖണ്ഡിലേക്ക് മാറ്റാനുള്ള നടപടികൾ പൂർത്തിയായോ? ദേവിക, ഇപ്പോൾ ഇവിടെ പന്തീരാഗം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. IG നീരജ് കുമാർ ഗുപ്തയും കമ്മീഷണർ രാജ്പാൽ മീണയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ പ്രതി, അതായത് അജയ് ഓറോൺ ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതി കേരളത്തിൽ ഇട്ടിരുന്നോ എന്നുള്ള കാര്യമാണ്. അവിടുത്തെ മാവോയിസ്റ്റ് ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അജയ് ഓറോണിനെ ഇവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ജാർഖണ്ഡ് പോലീസിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ജാർഖണ്ഡ് ദാബ ജില്ലയിലെ കുളങ്കൂർ മേഖലയിലെ അജയ് ഓറോണിനെ ഈ പന്തീരാങ്കാവിൽ വെച്ച് പന്തീരാങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപ്പൊ നേരത്തെ ഇയാൾ പന്തീരാങ്കാവിൽ കൽപ്പണി ചെയ്തു വരികയായിരുന്നു. കൈമ്പാലത്തുള്ള മരബലിന് സമീപമുള്ള വാടക മുറിയിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ജാർഖണ്ഡ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. അജയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അങ്ങനെയാണ് ഇയാൾ കോഴിക്കോട് പന്തീരാങ്കാവിൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. 3 മാസം മുൻപാണ് ഇയാൾ പന്തീരാങ്കാവിലേക്ക് എത്തിയത്. അതിനുശേഷം അതിഥി തൊഴിലാളി ക്യാമ്പിൽ കഴിയുകയായിരുന്നു. 11 മാസം നേരത്തെ ഇയാൾ ആയുധ നിയമപ്രകാരമുള്ള കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പ്രതി കേരളത്തിലേക്ക് എത്തിയത്. നേരത്തെ ഗ്രാമീണ റോഡ് നിർമ്മാണ സാമഗ്രികൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ടും നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ലഘുലേഖകൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ അജയ് പ്രതിയായിട്ടുള്ളത്. ബിഷൻപൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ നടപടികൾ പൂർത്തിയാക്കി ഇനി പ്രതിയെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 ഹാജരാക്കും. ആ സമയത്ത് ട്രാൻസിറ്റ് വാറന്റ് പ്രകാരം അജയ് ഓറോണിനെ ജാർഖണ്ഡ് പോലീസ് ഏറ്റുവാങ്ങും. തുടർന്ന് ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി മറ്റ് അന്വേഷണ നടപടികൾ എല്ലാം നടക്കുക ജാർഖണ്ഡിലായിരിക്കും. ദേവിക. ശരി, കോഴിക്കോട് നിന്നും റിയാസ് കെമാർ ആണ് വിവരങ്ങൾ നൽകിയത്.